സൊല്യൂഷൻസ് ആയിരുന്നു ഇന്നലെ കാണാൻ പറഞ്ഞത്. ഉം, 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 ഉം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാന്ന് പറഞ്ഞത് എന്തായിരുന്നു? സെയിൽസ് ക്ലോസിംഗ്. ക്ലോസിംഗ്. എല്ലാവർക്കും തലവേദനയുള്ള, എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു ഏരിയയാണ് പറയുന്ന സെയിൽസ് ക്ലോസിംഗ്, അല്ലെ? എങ്ങനെയൊക്കെ സെയിൽസ് ക്ലോസിംഗ് നടത്താം, എന്തൊക്കെയാണ് സാധാരണ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരും. ഇവിടെ ഇരിക്കുന്നവർ ചെയ്യുന്നവര്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഞാൻ സാധാരണ പ്രൊഡക്റ്റ് ഒക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട് സാറേ, ഓൺലൈൻ ആണോ പേയ്മെന്റ് ഓൺലൈൻ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകും കസ്റ്റമർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. അപ്പൊ ആള് പെട്ടെന്ന് പറയും, എനിക്ക് എന്റെ സാലറി അക്കൗണ്ട് SBI-യിലാണ്, പക്ഷെ അതില് ഓൺലൈൻ ഇല്ല എനിക്ക്. അങ്ങനെയൊക്കെ അവർ ചിലപ്പോ പറയും. പിന്നെ മറ്റേതിന്റെ ആണെന്നുണ്ടെങ്കിൽ ചെക്ക്, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ തന്നെ അങ്ങനെ ചോദിക്കുന്ന ബിസിനസ് അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴേക്കും കസ്റ്റമർ അങ്ങനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് ആണ്. അപ്പൊ തന്നെ കസ്റ്റമേഴ്സിനോട് പിന്നെ സാറേ, ഇന്ന സാധനങ്ങളൊക്കെ എന്റെയൊക്കെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് ഡോക്യുമെന്റ്സ് ഒന്ന് അയക്കാൻ പറയും. നമ്മൾ വാങ്ങുന്നത് NRI ആണെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പി, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, പിന്നെ അക്കൗണ്ട് പ്രൂഫ്, ഒരു സെൽഫി ഫോട്ടോ, പിന്നെ അവരുടെ മെയിൽ ID, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ്. അത് അപ്പൊ തന്നെ അവർ സെൻഡ് ചെയ്യും. പക്ഷെ ഈ ഓൺലൈൻ ആണോ, ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏത് ബാങ്കിലാണ് സാറിന്റെ അക്കൗണ്ട്, ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ച് അതിനനുസരിച്ചാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് ക്ലോസിംഗ് ആണ്. അപ്പൊ തന്നെ കിട്ടുകയും ചെയ്യും അത്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ചോദിക്കേണ്ടി വരാറില്ല. മുഖം കണ്ടാൽ മനസ്സിലാവും. പിന്നെ മുഖം കണ്ടാൽ മനസ്സിലായി കഴിഞ്ഞാൽ ആ മുഖത്തിനെ മാറ്റിയെടുക്കുന്നതാണ് ഒരു സെയിൽസുകാരന്റെ ജോലി. അല്ലാണ്ട് മുഖം കണ്ടു അയ്യോ അയ്യോ അയ്യോ, അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ഒരു പ്രേമവും വിജയിക്കില്ല. കൊടുത്ത ആദ്യത്തെ എല്ലാ പ്രപ്പോസലും റിജക്ട് ചെയ്തിട്ടുള്ളൂ. രാമേന്ദ്രേട്ടാ, കാലം മാറി രാമേന്ദ്രേട്ടാ, നിങ്ങൾ ഈ മെറ്റയുടെ കാലല്ലേ എന്നാലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് മെത്തേഡാണ്. അതായത് നമുക്ക് ആക്ച്വലി നമ്മുടെ പ്രസന്റേഷൻ എല്ലാം പ്രസന്റേഷൻ കഴിയുന്ന ഒപ്പം തന്നെ നമ്മൾ ചോദിക്കുകയാണ് ക്യാഷ് ആണോ കാർഡാണോ. ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ശരിയല്ലേ? അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് മൊത്തം സെയിൽസ് ആണ്. എന്റെ പ്രൊഡക്റ്റ് ഞാൻ സെല് ചെയ്യുന്നത്. അത് എന്റെ കുറ്റമല്ല. വേറെ എനിക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ അറിയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ സെല് ചെയ്ത് തരാം. ഓക്കെ, ശരി. എന്നെ എത്ര കാലമായിട്ട് നിങ്ങൾക്ക് അറിയാം? എത്ര കാലമായിട്ട് എന്നെ അറിയാം? ഇവിടെ ഇരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ കാലം എന്നെ അറിയുന്ന ആരായിരിക്കും? 3 വർഷം. 3 വർഷം. എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ കാലം അറിയുന്ന ആൾക്കാർ ആരായിരിക്കും? നമുക്കൊന്ന് കണ്ടുപിടിക്കുന്നത്. ആരായിരിക്കും? ഞാൻ. നിഷേധാണ് വേറെ കണ്ടില്ലേ ഞാൻ എന്നുള്ളത്. എന്റെ പെങ്ങളാ. അപ്പൊ അത്രേ ഉള്ളൂ. എന്നെ പല പല രീതിയിൽ പല കാലങ്ങളായിട്ട് എല്ലാവർക്കും അറിയാം. ചിലപ്പോ 25 ദിവസം, 20 ദിവസം, 10 ദിവസം, ചിലപ്പോ ഇന്നലെ ജുഹൈന ഇന്ന് ജോയിൻ ചെയ്ത ആദ്യത്തെ ക്ലാസ് ആണ്. ഒരു ദിവസം ചിലപ്പോ എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കാം, നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ ആക്ച്വലി എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ബേസിക്കലി സെയിൽസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ സെയിൽസ് എക്സ്പെർട്ട് ചെയ്തിരിക്കുന്നത് അറിയാം ഹരിദാസേട്ടാ? എന്തുകൊണ്ടാണ് ഞാൻ സെയിൽസ് എക്സ്പെർട്ട് ചെയ്തിരിക്കുന്നത്? എനിക്കറിയാം, സെയിൽസിൽ കൂടെ മാത്രമേ എനിക്ക് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എന്റെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ പറ്റുള്ളൂ. MBA പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതായത് MBA പഠിക്കുമ്പോൾ എല്ലാവരും പ്ലേസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത്, ഞാൻ ബാംഗ്ലൂർ തന്നെ പഠിച്ചത്, പ്ലേസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി നേരെ ഇറങ്ങിപ്പോയി
വേറൊരു കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട്, ഹാവൽസ് ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അന്ന് തൊട്ട് ഒരു 10-18 വർഷമായിട്ട് ഞാൻ സെയിൽസിന്റെ മാർക്കറ്റിംഗിന്റെ ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പല കമ്പനികളെ കണ്ടിട്ടുണ്ട്, പല ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തിയററ്റിക്കലായിട്ട് കഴിഞ്ഞ 3-4-5 വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കമ്പിളി ആണെങ്കിലും മുനീർ ഭായി ആണെങ്കിലും സനീഷ് ജി ആണെങ്കിലും എന്താണ് പ്രശ്നം? നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും ബിസിനസ് തുടങ്ങാൻ വേണ്ടി പഠിച്ചവരല്ല. ഏതെങ്കിലും കമ്പനിയിലെ ക്ലർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? പിങ്കിയെ കുറിച്ചുള്ള വീട്ടുകാരുടെ ആഗ്രഹം ഡോക്ടറാക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം എന്നാ. പിങ്കി ഇവിടെ വന്നു പെട്ടത് എങ്ങനെയെന്ന് പിങ്കിക്ക് പോലും അറിയില്ല. അമ്പിളിയെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് 10-ാമത്തെ 18-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പ്രായം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടണമെന്ന് മാത്രമായിരുന്നു. ജോലിയെ കുറിച്ചില്ല, അതുവരെ പഠിക്കാൻ പോയിക്കോട്ടെ എന്നുള്ളതായിരുന്നേക്കാം. ഷംനയെ കുറിച്ചിട്ടും സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കാം. ഫൈസൽ ഭായിയെ കുറിച്ചിട്ട് എന്തായിരിക്കും? പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പോയിക്കോട്ടെ, ഗൾഫിക്ക് പോയിക്കോട്ടെ, അവിടെ കിടന്ന് പഴച്ചോട്ടെ, ഇതൊക്കെയാണ് അല്ലെ? അപ്പൊ ബേസിക്കലി നമ്മളൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചവരാണ്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചവരാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ജോലി ചെയ്യുമ്പോൾ ഒരാള് തലപ്പത്ത് ഇരുന്ന് നമ്മളെ ഭരിക്കാൻ വേണം. അത് ആദ്യം അമ്മയായിരുന്നു, പിന്നെ അച്ഛനായിരുന്നു, പിന്നെ നമ്മുടെ ടീച്ചറായിരുന്നു. ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോ ആരായിരുന്നു? മാനേജർ ആയിരുന്നു. ഈ മാനേജർ ഇല്ലാണ്ട് പിന്നെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, ചിലര് രാമേന്ദ്രേട്ടനെ പോലെ ആൾക്കാരെയൊക്കെ ഭാര്യയായിരുന്നല്ല ഭാര്യയാണ്. അപ്പൊ നമ്മുടെ തലപ്പത്തുള്ള ഒരാള് എപ്പോഴും നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഓടി കണ്ടു. അത് കേട്ടപ്പോ കേക്കണ്ട, വാതിലടച്ചോ, ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോ ബേസിക്കലി സംഭവത്തിലേ ഉള്ളൂ, നമുക്ക് ബേസിക്കലി ഒരാള് വേണം നമ്മളെ ഭരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് എപ്പോഴും അടിമത്തപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യമാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തെറ്റല്ല. ബേസിക്കലി എംപ്ലോയി മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്, അത് സെറ്റായി വന്നത്. അത് മാറാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോഴാണ് സോണിച്ചേട്ടനും മുനീർ ഭായും ഫൈസൽ ഭായും എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും ബിസിനസ് തുടങ്ങിയതും. എന്നാൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് വന്നതും. ആം ഐ റൈറ്റ്? അല്ലേ? എന്താ പ്രശ്നം? ആക്ച്വലി ഇവിടെ ഇരിക്കുന്ന ഒരു പ്രശ്നം സോണിച്ചേട്ടന് ഐഡിയ ഇല്ലാഞ്ഞിട്ടാണോ? സോണിച്ചേട്ടന് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാണോ? സോണിച്ചേട്ടന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ? സോണിച്ചേട്ടനെ നയിക്കാൻ, മുന്നിൽ നിന്ന് നയിക്കാൻ, സോണി ഇങ്ങനെ ചെയ്യും, സോണി അത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, സോണി അത് ഇത്ര ഇതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാൻ ഒരാള് വേണമെന്നുള്ളത് സോണിച്ചേട്ടന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒറ്റയ്ക്കൊന്നും എടുത്താ പൊന്തുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ സപ്പോർട്ടിന് വേണമെന്നൊരു തോന്നൽ സോണിച്ചേട്ടന്റെ മനസ്സിൽ ആസ് എ ഡൗ ക്യാരക്ടർ ഓൾറെഡി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഡൗ ക്യാരക്ടേഴ്സുകളുടെ ഒക്കെ പ്രശ്നം അതാണ്. ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമുണ്ട്. ശരിയാണോ? കഴിഞ്ഞ 18 വർഷമായിട്ട് ബിസിനസ് മാത്രം സംസാരിച്ചു, ബിസിനസ് മാത്രം, സെയിൽസും മാർക്കറ്റിങ്ങും തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള പഠിച്ച എക്സ്പീരിയൻസിന്റെ പുറത്താണ് നമ്മുടെ ബിസിനസ് ബഡി 2 എന്ന് പറയുന്ന പുതിയ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോണിച്ചേട്ടനുള്ള മരുന്നാണ് നമ്മളവിടെ കൊടുക്കുന്നത്, മുനീർ ഭായിക്കുള്ള മരുന്നാണ് നമ്മളവിടെ കൊടുക്കുന്നത്. എന്താണ്? നിങ്ങളെ ഒപ്പം ഇരുന്ന് നയിക്കാൻ പറ്റുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാം. എൻ്റെ കഴിഞ്ഞ 18 വർഷത്തെ എക്സ്പീരിയൻസ്, ഒപ്പം പുതുതായിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന അപ്ഡേഷൻസ്. നിങ്ങൾക്കറിയാം ഞാൻ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. എന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ സംഭവങ്ങൾ, പുതിയ പുതിയ സ്ട്രാറ്റജികൾ, ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ശരിയായ വഴിയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ബിസിനസ് ബഡി 2.0. രണ്ടാമത്തെ സീസണിലേക്ക് കടക്കുക. കഴിഞ്ഞ വർഷം ഏകദേശം 15ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആഷ്ലി ഒക്കെ ഇവിടെ ഉണ്ട്, ജീവൻ സാർ ഇവിടെ ഉണ്ട്, സുഷിനുണ്ട്. അപ്പോ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഒരു വർഷക്കാലം നിങ്ങളുടെ തോളോട് തോള് ചേർന്ന് നിൽക്കാൻ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന, പുതിയതായിട്ട് പഠിക്കുന്ന, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ മനസ്സിലാക്കുന്ന ആളൊപ്പം ഉണ്ടാവുന്നു. എപ്പോ വേണമെങ്കിൽ സംസാരിച്ച് ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഫാമിലി ഡോക്ടർ അറിയപ്പെടുന്നത്?
നിങ്ങളുടെ ഫാമിലിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. അതുപോലെ ഒരു ബിസിനസ് ഡോക്ടർ എന്ന നിലയ്ക്കാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. $4000 രൂപ, അതായത് ആഴ്ചയിലെ അവസാനത്തിൽ കഴിക്കുന്ന, സൺഡേ കഴിക്കുന്ന കുഴിമന്തിയുടെ റേറ്റ്, 4 കുഴിമന്തി 4 ആഴ്ച റേറ്റ് മാത്രമുള്ള 4000 രൂപ മാത്രമുള്ള പ്രോഗ്രാമാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്കതിൽ 100 ഇരട്ടി എന്നല്ല ഞാൻ പറഞ്ഞ, 1000 ഇരട്ടി ഉണ്ടാക്കാം. ഒപ്പം നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൂടിക്കോ. അപ്പൊ എങ്ങനെയാ? ഗൂഗിൾ പേയുടെ നമ്പർ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്, അത് ഞാൻ ഇനി വേണം അയക്കണോ? ഈ ക്ലോസിംഗ് മെത്തേഡിനെയാണ് ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ് എന്ന് പറയുക. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ ഇത്രയും കാലത്തെ എഫേർട്ടിനെ കാണിച്ചുകൊണ്ട്, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അതിലുള്ള എമൗണ്ട് നിങ്ങൾ ചെറിയ എമൗണ്ട് ആണ് ചെലവഴിക്കുന്നത് കാണിക്കുന്നതാണ് ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ യൂഷ്വലി ഈ ക്ലോസിംഗ് മെത്തേഡ് വെച്ചിട്ടല്ല ഞാൻ എന്റെ ക്ലോസിംഗ് മെത്തേഡിന്റെ ക്ലാസ്സുകൾ തുടങ്ങാറുള്ളത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശ്, ഇവിടെ ഇരിക്കുന്ന മുനീർ ഭായ്, ഫൈസല്, രാമേന്ദ്രേട്ടൻ, ഹരിദാസേട്ടൻ, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അവരിപ്പോഴും സെയിൽസിന് ക്ലോസിങ്ങിന് ബുദ്ധിമുട്ടുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം യു ആർ നോട്ട് യൂസിങ് യുവർ എക്സ്പീരിയൻസ് ആസ് എ മാർക്കറ്റിംഗ് സെയിൽസ് ടൂൾ. പുരിഞ്ചിതാണ്. ഇതാണ് എന്താ പേര്? ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അവിടെ കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? ഇനി നിങ്ങളുടെ ബിസിനസ്സിനോട് ഇത് എങ്ങനെ കണക്ട് ചെയ്യാം, ഞാൻ അതാ വന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ സെയിൽ എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിനോട് ഇത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു, ഞാൻ അത് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തിടാം. എനിബഡി ആർക്കും വേണ്ടെങ്കിൽ അടുത്തേക്ക് പോട്ടെ. ഒരാൾക്കും വേണ്ടല്ലേ? എന്റെ ഷോപ്പിൽ പിന്നെ സാർ അത് വേണ്ട, ക്ലോസിംഗിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഷോപ്പിൽ നടക്കുന്നത് ഈ ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡില്ല. വർത്തമാനം പറയുന്നത് ബാക്കി. കാരണം നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് കോട്ടക്കൽ എന്ന് പറയുന്നത് ആർട്ടിസാനാണ്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുടെ ചോദ്യമേ ഇല്ല. അപ്പൊ ഇല്ല വേണ്ടെന്നും പറയണ്ട, ഒക്കെ ഉണ്ട്. മനസ്സിലായോ? ചില ആളുകൾക്ക് കോട്ടക്കൽ വേണോ, ആര്യവേദ വരെ എന്താ വേറൊരു ആര്യവേദശാല അത് വേണോ ഒക്കെ ചോദിക്കും, കൺഫ്യൂഷൻ വരും. രണ്ട് നിങ്ങളുടെ അടുത്തുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്നാലും അവിടുത്തെ ഹോൾസെയിൽ, ആയുർവേദത്തിന്റെ ഹോൾസെയിൽ ആ കുന്നമംഗലം ഏരിയയിൽ നിങ്ങളാണ് ഞാൻ അറിഞ്ഞു, അന്വേഷിച്ച് അറിഞ്ഞായിരുന്നു. അപ്പോ അടുത്തത് ക്ലോത്ത്സ്. ഓക്കെ, ജുഹൈന ക്ലോത്ത്സ് എന്ന് പറയുന്നത് ജുഹൈനയുടെ എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടന്റ്. ജുഹൈനയ്ക്ക് എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കുന്നത് കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ഇല്ല സാർ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി എവിടെയും പോയി എക്സ്പീരിയൻസ് ഇല്ല എന്ന് പോയി പറയരുത്. കുറെ വയസ്സായോ? എത്ര വയസ്സായി? 27 വയസ്സായി. 27 വയസ്സൊക്കെ തന്നെ കേട്ടോ, വയസ്സൊന്നും ആയിട്ടില്ല എന്നും പറയരുത്. 27 കൊല്ലം ഈ നാട്ടില് ജീവിച്ചതിന്റെ എങ്ങനെയാ ക്ലോത്തിങ്സ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ഞാനിതേപോലെ കുറച്ചൊക്കെ അടിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെ അടിച്ചിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അപ്പൊ ഇതേപോലെ ഇവിടെ അടുത്ത് തന്നെ. എത്ര കാലം അടിച്ചു? എത്ര കാലൊന്നുമില്ല, 2-3 മാസമായിട്ടുള്ളൂ. അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ? അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. സ്റ്റിച്ചിങ് എത്ര കാലമായി? സ്റ്റിച്ചിങ് എത്ര കാലമായി? അങ്ങനെ സ്റ്റിച്ചിങ് പഠിച്ചിട്ട് ഇപ്പൊ തുടങ്ങണുള്ളൂ അടിക്കാന്. അപ്പൊ ജുഹൈനക്ക് ഈ സാധനം പറ്റൂല, ഈ ക്ലോസിംഗ് മെത്തേഡ് പറ്റില്ല. നമുക്ക് 100-150 ക്ലോസ് അല്ലല്ല 100-150 ക്ലോസിംഗ് മെത്തേഡ് നമ്മുടെ അടുത്തുണ്ട്, പേടിക്കണ്ട. അതിലത്തെ ഏതെങ്കിലും ഒരു 4-5 താങ്കൾക്ക് ഗുണപ്പെടും എന്ന് ഉറപ്പ്, അതിൽ നമുക്ക് ഉറപ്പിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ശരി ഓക്കെ.
എന്നാൽ നമ്മൾ അടുത്ത ക്ലോസിംഗ് ഇതിലേക്ക് മടക്കുകയാണ്. പിങ്കി, ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്യല്ലേ? അൺമ്യൂട്ട് ചെയ്തോ, ധൈര്യമായിട്ട് അൺമ്യൂട്ട് ചെയ്തോ. ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്യല്ലേ? എന്താ ഇപ്പോഴത്തെ രീതിയിൽ പിങ്കിയുടെ ടെൻഷൻ എന്താ? രണ്ട് കാര്യങ്ങൾ. നമുക്ക് എഫേർട്ട് ഇട്ടെടുക്കാൻ പറ്റുന്നതിനനുസരിച്ചുള്ള ഫണ്ട് റേസ് ചെയ്യണം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. പിന്നെ പിന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന പ്ലാൻ ഇപ്പോൾ ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രി ആണെങ്കിൽ തന്നെ നമുക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു പ്ലാനിൽ മാത്രം പോകാൻ പാടില്ല. മീൻസ് എന്തെങ്കിലും ഒരു ഡ്രോബാക്സ് വരുവാണെങ്കിൽ അഡീഷണലി അതിന് പാക്കപ്പ് മീൻസ് അതിനെ ഒരു പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഉണ്ടായിരിക്കും. പിങ്കി, ഇപ്പൊ നമ്മുടെ ഓഗസ്റ്റ് 15 പ്രോഗ്രാം വരുന്നില്ലേ, അതിന്റെ പ്രത്യേകത എന്താ അറിയാ പിങ്കിക്ക്? അതിൽ ശ്രീജിത്ത് കേസ് എന്ന് പറയുന്ന ആൾ എത്ര രൂപ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? അതൊരു ഇൻവെസ്റ്റ്മെന്റ്, അതൊരു പ്രോഗ്രാം അല്ലേ ബേസിക്കലി? അതൊരു പരിപാടി നടത്തിയിട്ട് കാശ് മേടിക്കുന്ന ഒരു പരിപാടിയല്ലേ? എത്ര രൂപ ശ്രീജിത്ത് കേസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീജിത്ത് കേസിന്റെ പോക്കറ്റിൽ നിന്ന്? നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? പിങ്കിയുടെ ഒരു കണക്ക് പറയാം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ല. സാർ ഇതുപോലെ സാറിന്റെ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ഒരു കോണ്ടാക്ട്സിനെ അവരെ അറിയിച്ചു. സാറിന്റെ എക്സ്പീരിയൻസ് ഒരു രൂപ പോലും ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ്. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പലരും ഇന്നലെ വൈകുന്നേരത്തേക്ക് 28 പേരായിരുന്നു. 27 പേരിൽ നിന്നും 1000 രൂപ വെച്ചിട്ട് എനിക്ക് ഹോട്ടലിൽ കൊടുക്കേണ്ട പൈസ, എനിക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട പൈസ, പോസ്റ്റർ അടിക്കേണ്ട പൈസ, അതേപോലെ അവിടെ ഫുഡിന്റെ പൈസ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആര് പൈസ തന്നു? എനിക്ക് എന്റെ കസ്റ്റമർ പൈസ തന്നു. ശരിയല്ലേ? ഇതൊരു കസ്റ്റമർ ഫണ്ടഡ് പ്രോഗ്രാമാണ്. അതായത് പ്യുവർലി ഹരിദാസേട്ടനെ പോലുള്ള, മുനീർ ഭായിയെ പോലുള്ള ആളുകൾ എനിക്ക് പൈസ തന്നിട്ട് എന്റെ പരിപാടി, എന്റെ ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്റെ കസ്റ്റമർ എന്നോട് പറയുകയാണ്, നിങ്ങൾ വിജയിപ്പിക്കും, ഞങ്ങൾ കാശ് തരാം. ദിസ് ഈസ് കോൾഡ് കസ്റ്റമർ ഫണ്ടഡ്. നമ്മുടെ നാട്ടിൽ ബിസിനസ് നടക്കുന്നതൊക്കെ 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം. രാമേന്ദ്രേട്ടനൊക്കെ എത്രയോ ലക്ഷങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ പരിപാടിയും സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോ ഇങ്ങനെ സോഡ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെൽസി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെൽസി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോ പിങ്കിയെ സംബന്ധിച്ചോളം പിങ്കിക്ക് ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും, ശരിയല്ലേ? പ്രത്യേകിച്ച് ഒരു പ്ലാൻ നമുക്ക് ആയിട്ടില്ല ബിസിനസ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതുപോലെ രാവിലെ 6 മണിക്ക് 1 മണിക്കൂർ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനുണ്ടോ? ഉണ്ടോ? പിങ്കിയോടാ. രാവിലെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 18 ദിവസം നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. പിങ്കി ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. പിങ്കിയുടെ ഉള്ളിലൊരു ഡിസയർ ആണ്, അത് ഞാൻ മനസ്സിലാക്കുന്നത്. പിങ്കിക്ക് രാവിലെ 6 മണിക്ക് വന്നിരിക്കാൻ പറ്റുമോ? ഓക്കെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിലേക്കിന്റെ പ്രോഫിറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയത്തിനോടൊപ്പം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി അറിയണം. ഇന്നിപ്പോ സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ് പഠിക്കുന്ന പോലെ, ഒബ്ജക്ഷൻ പഠിക്കുന്ന പോലെ, റിജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പഠിക്കുന്ന പോലെ, പ്രസന്റേഷൻ പഠിക്കുന്ന പോലെ, പുതിയ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസുകളായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പുതിയ സ്ട്രാറ്റജികളായിരിക്കാം. 1 വർഷക്കാലം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഓഗസ്റ്റ് 19 ലോഞ്ച് ആവുന്നത്. പിങ്കിയെ സംബന്ധിച്ചോളം പിങ്കി ഒരു ബിസിനസ് തുടങ്ങാത്ത അടുത്ത ഒരാളോട് ഞാൻ കയറിയിട്ട് നിങ്ങൾ മെന്റർഷിപ്പ് എടുക്കണം, ബിസിനസ് വഴി ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ സാലറി, ഇപ്പൊ ജോലി ചെയ്യുന്ന ആളാണ്, സാലറി 1500 രൂപ മാറ്റി വെക്കാൻ തയ്യാറാണോ? ആണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യം, 1 വർഷം നിങ്ങൾ ബിസിനസ്സിൽ 1 വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആവും. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് മുനീർ ഭായിയെ പോലെ, ഹരിദാസേട്ടനെ പോലെ, ഫൈസൽ ഭായിയെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനുള്ള അവസരം കിട്ടുക. 6 മണിക്കല്ല, 5:50 ലിങ്ക് ഓപ്പൺ ആവും.
നിങ്ങൾക്ക് എല്ലാവർക്കും കയറിയിരിക്കാം, സംസാരിക്കണം. 6 മണിക്ക് ഞാൻ വരുന്നു, പക്ഷെ 5:50 സിറാജ് ഭായെ പോലെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന, മുന്നിൽ നിന്ന് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അമ്പിളിയെ പോലെ ലേഡി ആണെങ്കിൽ കൂടി എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒപ്പം നിൽക്കാൻ ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷെ ഒറ്റ കാര്യം, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം, അല്ലെങ്കിൽ 5:30 മണിക്ക് എഴുന്നേറ്റ് ഇതിന്റെ മുന്നിലേക്ക് വരണം. കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവണം. ഓക്കെ ആണോ? ആണോ? ഇതിന്റെ പേരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസ് പ്രോസ് ആൻഡ് കോൺസ് മെത്തേഡ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസ് പ്രോസ് ആൻഡ് കോൺസ് മെത്തേഡ്. അതായത് ഞാൻ പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. നമ്മൾ സാധാരണ നമ്മുടെ സെയിൽസ് പ്രസന്റേഷനിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സിറാജൊക്കെ പോയിട്ട് തള്ളു കേൾക്കണം. റിയൽ എസ്റ്റേറ്റിൽ അവർ അങ്ങനെ മറയ്ക്കും ഇങ്ങനെ മറയ്ക്കും, നിങ്ങൾ ഇവിടെ ഒരു വെള്ളപ്പൊക്കവും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഓരോ പ്രോപ്പർട്ടീസ് മുന്നോട്ട് വെക്കുന്നത്. കൺസ്ട്രക്ഷന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വേറെ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് അറിയില്ല. നമ്മളൊന്ന് മാറ്റിപ്പിടിക്കണം. എന്തറിയോ, നമ്മൾ നല്ലതും പറയണം, മോശവും പറയണം, പ്രോസും പറയണം, കോൺസും പറയണം. ഞാൻ എത്രയോ പ്രോസ് പറഞ്ഞു, പക്ഷെ ഒരു കോൺസ് 1-2 കോൺസ് പറഞ്ഞു. രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം കേട്ടോ. ഇത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം, 6 മണിക്ക് എഴുന്നേക്കുക. ശരിയല്ലേ? കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ. പക്ഷെ ഞാൻ അപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന പ്രോസുകൾ ഉണ്ടല്ലോ, അത് മാത്രം മതി ഈ പറയുന്ന കസ്റ്റമറെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. റൈറ്റ്? ഇതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിന്റെ പ്രോസിനെ കുറിച്ചും കോൺസിനെ കുറിച്ചും. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പ്രോസും കോൺസും ആണെന്നും അതിൽ പ്രോസ് സംസാരിക്കണം ഒപ്പം കോൺസും സംസാരിക്കണം എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടാക്കിയത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസ് പ്രോസ് ആൻഡ് കോൺസ് മെത്തേഡ്. നിങ്ങൾ നല്ലതും പറയുക, 1-2 മോശവും പറയുക, ഒരു കുഴപ്പമില്ല. ആരെങ്കിലും ഇവിടെ ഉപയോഗിക്കാറുണ്ടോ ഈ മെത്തേഡ്? പ്രോസും കോൺസും പറയാറുണ്ടോ? ഉണ്ട്. സനീഷ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വേറെ ആരൊക്കെയാ പറയാനുള്ളത്? രാമേന്ദ്രട്ട് ഇരുന്നിട്ട് കാര്യമായിട്ട് ചാറ്റ് അടിക്കുന്നുണ്ട്, എന്താന്നറിയില്ല, വന്നിട്ടില്ല. സ്പെല്ലിംഗ് പറയുമോ? ഓക്കെ. സ്പെല്ലിംഗ് അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഇപ്പൊ നാളെ പോയിട്ട് കസ്റ്റമറുടെ മുന്നിൽ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താ ക്ലോസ് മെത്തേഡ്? സ്പെല്ലിംഗ് ഏതാണെന്ന് ചോദിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ല, പ്രോസ് അത് കൃത്യം PROS, പ്രോസ് ആൻഡ് കോൺസ്. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? ശരി. ഇനി ഇതിപ്പോ 2 ഞാൻ പറഞ്ഞു. ഞാനിപ്പോ എന്റെ പ്രൊഡക്റ്റിനെ പുറത്ത് സംസാരിക്കുക ചെയ്തത്. ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 1-2 ആൾക്കാർ പറയും നമുക്ക് ഏത് ക്ലോസിംഗ് മെത്തേഡ് ഉപയോഗിക്കാം എന്നുള്ളത് ചോദിക്കും. നമ്മുടെ ലിസ്റ്റിലുള്ള 4-5 എണ്ണം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഹോൾസെയിൽ ട്രേഡിങ്ങിന് പറ്റിയ ലെവലിൽ ഹോൾസെയിൽ ട്രേഡിങ്ങിന് സെയിൽസ് എങ്ങനെയാ വരുന്നത് പറഞ്ഞത് എനിക്ക്. മീൻസ് എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞത്. എന്നാലും എനിക്ക് ആ പ്രോസസ്സ് വന്നാൽ എനിക്കിത് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി മോഡലില്, പിന്നെ അതേപോലെ ഡെലിവറി സർവീസും കൊടുക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി സാധനങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്യാഷാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രോസില് നമ്മൾ പറയുമ്പോൾ ഏറ്റവും നല്ല പ്രൈസിന് നല്ല ക്വാളിറ്റി സാധനം കൊടുക്കും, പക്ഷെ ക്യാഷിന് മാത്രമേ സെയിൽ ചെയ്യുന്നു. നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംതിങ് ഫോർ നത്തിങ് എന്ന് പറയുന്ന ഒരു ക്ലോസിംഗ് മെത്തേഡ്. സംതിങ് ഫോർ നത്തിങ്, അതായത് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകാരൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ സനീഷൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്താ നിങ്ങൾക്ക് ആക്ച്വലി, നിങ്ങൾക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഉദാഹരണം കേട്ടോ ഫൈസൽ ഭായി പറഞ്ഞു, തെറ്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല, ഒന്ന് തിരിച്ചു തരണം. താങ്കൾ ഒരു 10 ബിസ്ക്കറ്റിന്റെ പാക്കറ്റാണ് ഹോൾസെയിൽ കൊടുക്കണമെന്ന് വെച്ചു. 10 ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമർ പറയുകയാണ്, ഉദാഹരണം കേട്ടോ ഞാൻ പറയുന്നത്,
10 ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ പറയുകയാണ്, അതെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല പറഞ്ഞു, ഞാൻ 30 ദിവസത്തെ ക്രെഡിറ്റിനാണ് എനിക്ക് തരേണ്ടത്, നടക്കുന്നില്ല, എന്ത് കാശ് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് വേണ്ടത് ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആണ്, അല്ലെ? 30 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 ദിവസം 90 ദിവസം ആവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭത്തിനേക്കാൾ അറിയാം നഷ്ടം എത്രയോ പെർസെന്റേജ്, 20-30% നഷ്ടം വരും, ശരിയല്ലേ? അവിടെയാണ് സംതിങ് ഫോർ നത്തിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സനീഷ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സനീഷ് കാശല്ല അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കാശ് കുറച്ച് കൊടുക്കല്ല ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരിയിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് ഇപ്പൊ 10,000 രൂപ എനിക്ക് തരാനുണ്ടല്ലോ, നിങ്ങൾ 8,000 അല്ല 9,500 തന്നാൽ മതി, 500 നിങ്ങൾ വെക്കോ, ഇപ്പൊ തന്നെ ക്യാഷ് ആയിട്ട് നിങ്ങൾ അടയ്ക്കാൻ പറ്റും നോക്കി, ശരിയല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? നമ്മളാ ഒരു 3% പ്രോഫിറ്റ് ഇട്ടിട്ടാണ് സാർ വിൽക്കുന്നത്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലല്ലോ, നമ്മൾ ഹോൾസെയിൽ ട്രേഡേഴ്സ് ആണ്. അതെല്ലാ സാധനങ്ങളും നമ്മളെ ഒരു കസ്റ്റമേഴ്സിനായിട്ടുള്ള ഒരു ഇതെന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് അവൈലബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ. അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ 3% എന്ന് പറയുന്നതാണ് നിങ്ങൾ ഇടുന്ന ഡിസ്കൗണ്ട്. സാധാരണ നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞത് 3%, വാട്ട് എവർ. അപ്പൊ നിങ്ങൾ പൈസ ക്യാഷ് ആയിട്ട് കിട്ടുമ്പോ നിങ്ങൾ 4%-നോ 3.5-നോ തയ്യാറാവില്ലേ? ഇല്ല, നമ്മള് അല്ല, കുറയ്ക്കാൻ 2.5. ഇല്ല, ക്യാഷിനും ക്രെഡിറ്റിനും 2 പ്രൈസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടില്ല. അതൊന്ന് പാറ്റി വെക്ക്. അത് ക്യാഷിന് 2 പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷിന് വെക്കുന്ന സമയത്ത് ഇവന്റെ ആവശ്യം എന്താ? പ്രൊഡക്റ്റ് ആണല്ലോ. ചെറിയ ഒരു, അതായത് ഇപ്പൊ 10 പാക്കറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു 11 പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റുമോ നോക്കുക. ക്യാഷ് ആണെങ്കിൽ 11 പാക്കറ്റ് ബിസ്ക്കറ്റ്, ക്രെഡിറ്റ് ആണെങ്കിൽ 10. നിങ്ങളെ സംബന്ധിച്ചോളം 3 മാസത്തെ കാത്തിരിപ്പിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോ ക്യാഷ് അപ്പ കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് എല്ലാ പ്രൊഡക്റ്റും നടക്കില്ല, ചെറിയ പ്രൊഡക്റ്റ്. ഉദാഹരണമായിട്ട് ഒരു ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബണ്ടിൽ 2 പ്രൊഡക്റ്റ് അടിക്കപ്പെടും. ഇപ്പൊ സനീഷ്ക്ക് കൃത്യമായിട്ട് അതിനെ പറ്റി പറഞ്ഞുതരാൻ പറ്റും. സനീഷ് ഒന്ന് പറഞ്ഞ താങ്കൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ്. ഓഫർ കൊടുക്കുകയാണ് 10+1 അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഓഫർ കൊടുക്കണമെന്നാണ് സാർ ഉദ്ദേശിച്ചത്, അതല്ലേ? അതെ അതെ അതെ. സനീഷ് പറയും. ഞങ്ങൾ ശരിക്കും ഡിസ്ട്രിബ്യൂട്ടർക്കാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നത് 10% ആണ് അവരുടെ മാർജിൻ വരുന്നത്. അപ്പോൾ 90 ഡേയ്സ് ക്രെഡിറ്റ് ആണ് ഇപ്പോൾ ആവറേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ക്യാഷ് ആണെങ്കിൽ അതിൽ ഏകദേശം അവരുടെ പെർസെന്റേജ് കുറച്ചിട്ട് 7%, 8% ആക്കിയിട്ട് 2% റെസ്റ്റോറന്റ് ഡിസ്കൗണ്ട് കൊടുക്കും. അത് ഡിസ്കൗണ്ട് പരിപാടി. ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ഡിസ്കൗണ്ട് കൊടുക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്റെ അതിൽ ഡിസ്കൗണ്ട് കൊടുക്കില്ല. പക്ഷെ ഡിസ്കൗണ്ട് കൊടുക്കാതെ നമുക്ക് ആ പ്രൈസിന് നമുക്ക് പറ്റുന്ന പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. ഓഫർ, അതെ 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 അതെ, ഓഫറായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ 10+1 എന്നുള്ളത് നമുക്ക് ക്രെഡിറ്റ് ക്യാഷ് ആവുമ്പോ 10+2 അല്ലെങ്കിൽ 10+3 കൊടുക്കാൻ പറ്റും. ഫൈസൽ ഭായ്, താങ്കൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഏരിയ അതാണ്. ആളുകൾക്ക് സംതിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആ സംതിങ് ആണ് നിങ്ങൾ, ചിലപ്പോൾ അത് ക്യാഷ് ആയിരിക്കാം, നിങ്ങൾ പ്രൊഡക്റ്റ് ആയിരിക്കാം, എന്തോ ആയിക്കോളും, നിങ്ങൾ അത് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. റെഡി ക്യാഷ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അഭിപ്രായം പറയുകയാണ്. നിങ്ങൾക്ക് 60 ദിവസം 90 ദിവസം നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഉള്ള നഷ്ടത്തിനേക്കാൾ 1% പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ നഷ്ടം നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഡിസ്കൗണ്ടോ ആ ഒരു ഓഫറോ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമേ ആവില്ല. കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ട് സ്വഭാവം വേണം. ഓക്കെ, ഞങ്ങൾ മരുന്നെടുക്കുമ്പോൾ സാർ അങ്ങനെ കിട്ടാറുണ്ട്. എങ്ങനെ? ഞങ്ങൾ മരുന്നെടുക്കുന്ന സമയത്ത് അതേപോലെ വെച്ചാല് നമ്മള് റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 5% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പൊ രാഹുൽ ഭായിക്ക് റെഡി ക്യാഷ് കൊടുക്കാൻ റെഡി ആവില്ലേ? അതെ അതെ, ഞാൻ റെഡി ക്യാഷ് കൊടുക്കാറുണ്ട്. കറക്റ്റ് ആണ്. അതാണ് സംതിങ് ഫോർ നത്തിങ് എന്ന് പറയുന്ന സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല, ഒരു സംതിങ്, അത് നത്തിങ്ങിന്റെ വാല്യൂ ആണ്. 5% എന്ന് പറയുന്നത് ജസ്റ്റ് അത്ര വലിയ വാല്യൂ അല്ല, പക്ഷെ ഈ വാങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ വാല്യൂ ആയിരിക്കും. കാരണം നിങ്ങൾ വിൽക്കുന്നത് വലിയ സംഭവം ആകുമ്പോൾ 1 കോടിയുടെ 5% എന്ന് പറയുന്നതും വളരെ ചെറിയ തുലവും തുച്ഛം എന്ന് പറയുന്നതും അവന് കിട്ടുന്ന പക്ഷേ വലിയ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രീതിയിൽ സംതിങ് ഫോർ നത്തിങ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം.
എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ പ്രാക്ടിക്കൽ ഇത് നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെ താങ്കൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, എനിക്ക് താങ്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സംതിങ് ഫോർ നത്തിങ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഓൾറെഡി പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വർക്ക്ഔട്ട് ചെയ്തു. ഓക്കെ, ശരി. എനിബഡി എൽസ്? ആർക്കെങ്കിലും, വേറെ ആർക്കെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലാണ് വീഡിയോ ഓഫ് ആക്കിയവരൊക്കെ ചോദിക്കാട്ടോ. നിങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന കാലത്ത് ലാസ്റ്റ് 2 days, അതുപോലെ ലാസ്റ്റ് 2 ball എന്നൊക്കെ പറയില്ലേ, ലാസ്റ്റ് 2, അതുപോലെ ലാസ്റ്റ് 3 days ആണ്. ഇനിയെങ്കിലും നിങ്ങൾ ആക്റ്റീവ് ആയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്നാവൂല. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. വെറുതെ കയറിയിട്ട് ഇവിടെ ഇരുന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് പോയി കടന്നുറങ്ങുന്നേ ഏറ്റവും നല്ല കാര്യം അതാണ്. അത് ഏറ്റവും നല്ല പരിപാടി അതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി കടന്നുറങ്ങി കഴിഞ്ഞാൽ ഉറക്കെങ്കിലും കിട്ടും. വെറുതെ ചുമ്മാ ഇവിടെ വന്നിരുന്ന് രാവിലെ 6 മണിക്ക് വീഡിയോ ഓൺ ആക്കിയിട്ട് ഒരക്ഷരം മിണ്ടൂല്ല. ഇത്രയും കാലം ഒരു മെസ്സേജ് പോലും അയക്കാത്ത, ഒരു വാക്ക് പോലും സംസാരിക്കാത്ത, ഇവിടെ ശ്രീജിത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നത് മുഴുവൻ കൺവേർട്ട് ചെയ്യാന്നാണ് വയ്ക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ ഇരിക്കുന്ന മുനീർ ഭായി ആണെങ്കിലും ഹരിദാസ് ഏട്ടനാണെങ്കിലും ആഷ്ലി ആണെങ്കിലും ഒക്കെ എന്നോട് ഇത് കഴിഞ്ഞ് വന്ന് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഫൈസൽ ഭായി ഇന്നലെ രാത്രി പോലും എന്നോട് ചാറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് അവർ ചാറ്റ് ചെയ്യുന്നത്? അവർക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, പ്രോബ്ലംസ് വരുന്ന സമയത്ത്, ഒരാളൊപ്പം ഉണ്ടെന്ന് തോന്നുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. സോണി ചേട്ടനൊക്കെ എത്ര വട്ടം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എത്ര വട്ടം രാമേന്ദ്രേട്ടൻ എത്ര വട്ടം മെസ്സേജ് അയക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ മെസ്സേജ് അയക്കണം. എന്തിന്? എന്റെ പെങ്ങളൊന്നും സമാധാനം തന്നെ തരാറില്ല. അവള് കച്ചവടം തുടങ്ങിയിട്ട് അവളെ വിചാരം ഇപ്പൊ കോടീശ്വരി അയക്കണമെന്നുള്ള ആ രീതിയിലെ ചോദ്യങ്ങളാണ് ചോദിക്കല്. ഇവിടെ ബാക്കി 20-25 പേര് വന്നിരുന്ന് മിണ്ടാതെ വായും വിളിച്ചിരുന്ന് വെറുതെ വീഡിയോ ഓണാക്കാൻ നെറ്റിന്റെ കാശെങ്കിലും മുതലാക്കി അത് ഓഫാക്കിയിട്ടിട്ട് പോവാൻ നോക്ക്. എന്തിനാണ് ഈ 2 ദിവസമല്ലേ ഉള്ളൂ? ഉണ്ടെന്നേ. പരിപാടിക്ക് നമ്മൾ പരിപാടി പറയുമ്പോൾ അതിലേക്ക് വരില്ല, നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ സംസാരിക്കില്ല, ഫ്രീ പ്രോഗ്രാം തരുമ്പോൾ അതിലും ഉണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് നിർത്തിപ്പോകുന്നതാണ് നല്ലത്. സീരിയസ്ലി നിർത്തിപ്പോകുന്നത് നല്ലത്. അതിനുള്ള ആംബിയറൊക്കെ ഇല്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവാതെ. അപ്പൊ ഇന്ന് വന്ന ജുഹൈനെ ചോദിച്ചു എന്താ ഞാൻ ചെയ്യാന്നുള്ളത്. ഇതുപോലത്തെ എത്രയോ ആളുകളുണ്ട്, അവരോട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ബിസിനസ് നന്നാവണോ? ഇങ്ങനത്തെ പരിപാടികൾ ഓപ്പൺ ആയിട്ട് വരിക, അറ്റൻഡ് ചെയ്യുക, വളരെ ഉഷാറായിട്ട് ഇരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളേ ഉള്ളൂ, അല്ല നാട്ടുകാരൊന്നും വരില്ല. മനസ്സിലായോ? അല്ലാണ്ട് നാട്ടുകാർ വരും. വിജയുടെ ചോദ്യങ്ങൾ വിജയുടെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് ചോദിക്കൂ. വിജയ്ക്കല്ലേ ചോദിക്കാൻ അറിയുള്ളൂ. വിജയ് നേരിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ എത്ര ഇതായിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്. നാശത്തേക്കാ പോകും. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. വേണേ വന്നിട്ട് ആക്റ്റീവ് ആയിക്കോ. ആഗസ്റ്റ് 15 വന്നിട്ട് നിങ്ങൾ വേണേ എല്ലാവരോടും കൂടി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അമ്പിളിക്കൊക്കെ അത് മിസ്സാവണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഡെയിലി വിളിച്ചിട്ട് മെസ്സേജ് അയച്ച കരച്ചിലാണ്. വേണേ പോരെ. ഇന്ന് നമ്മൾ പരിപാടി ക്ലോസ് ചെയ്യാണ് അല്ലെ മുന്നേ ചെയ്തല്ലേ പരിപാടി? നമ്മുടെ തീരുമാനം എന്താ? ജുഹൈന മെസ്സേജ് ഒക്കെ കൂള്. എന്റെ ജുഹൈന, ഇതൊരു ക്ലോസിംഗ് ടെക്നിക്കാ. ദിസ് ഈസ് കോൾഡ് കോസ് ഓഫ് ഇനാക്ഷൻ. നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു ക്ലോസിംഗ് മെത്തേഡാ, കോസ് ഓഫ് ഇനാക്ഷൻ. ഞാൻ എല്ലാ സമയത്തും കൂളാണ്. സിമ്പിൾ. സീരിയസ്ലി ഇത് ഞാൻ പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടാണെങ്കിലും ഇതൊരു ക്ലോസിംഗ് മെത്തേഡാ. നിങ്ങൾ ഇവിടെ പലരും ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ ബാക്കി ആരും പേടിച്ചിട്ടില്ലല്ലോ. എനിക്ക് അപ്പോഴേ തോന്നിയത്. ആദ്യമായിട്ട് കാണണോണ്ട്, നമ്മള് സ്ഥിരം കാണണോണ്ട് പ്രശ്നമില്ല. ഇന്നലെ കൂടെ താണ്ഡവായിരുന്നു. അറിയാം നിങ്ങൾക്ക്? ഇതൊന്നും അല്ല. ഇതേതാ ക്ലോസിംഗ് മെത്തേഡ് അല്ലേ? സാറേ, എനിക്ക് തോന്നുന്നതേ ഒരു ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ട്, ഞാൻ എന്ത് തന്നെയാണെങ്കിലും ഇതിന് വഴങ്ങി കൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇങ്ങനെ ക്ലോസ് ചെയ്യും എന്നുള്ളത് പരീക്ഷിക്കുന്നതാ ബാക്കിയുള്ളവര്. എനിക്ക് തോന്നുന്നത് സാർ എങ്ങനെയാ? നല്ലതാ. ഞാനൊരു കാര്യം പറയാം. ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കണ്ട അമ്പിളി, ഞാൻ സത്യം പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്നവരുടെ അടുത്ത് അതേ നടക്കുള്ളൂ. മറ്റേ നടുപടി വേണു പറയുന്ന നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. അത്രയൊക്കെ പറയുള്ളൂ. നിങ്ങൾ ഇനാക്ഷൻ, കോസ് ഓഫ് ഇനാക്ഷൻ എന്ന് പറയും. അതായത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുക. ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുക. നിങ്ങൾ ഇപ്പൊ തീരുമാനമെടുക്കാത്തത് കൊണ്ട് എടുക്കുന്ന തീരുമാനത്തിന് ചെയ്യുക.
ബൈജുഭായ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അവിടെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വേറെ അല്ല, ഒലിച്ചിരിക്കുന്നു ഞാൻ. അങ്ങനെ ഓക്കെ ഓക്കെ സാർ. സാർ എന്നെ ഉദ്ദേശിച്ചാണ് ഇപ്പൊ പറഞ്ഞതല്ലേ? അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത് തോന്നിയിട്ടുണ്ട്. അതാണ് എന്റെ ഒരു സമാധാനം. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അത് തന്നെയാണ് കോസ് ഓഫ് ഇനാക്ഷൻ എന്ന് പറയുന്ന സെയിൽസ് മെത്തേഡിന്റെ ഈ മറ്റേ നമ്മുടെ സന്ധ്യ ഇവിടെ ഉണ്ടെങ്കിൽ സന്ധ്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സന്ധ്യ ഈ വലിയ സദസ്സിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി ആർക്കാ എന്താ അറിയേണ്ടത്? ഇനി എന്താ അറിയേണ്ടത്? നമുക്ക് ഇങ്ങനത്തെ സിറാജ്, നമുക്ക് ആളില്ലാത്ത കുഴപ്പമുള്ളൂ. നമുക്ക് സംഭവം കണ്ടന്റ് ഇല്ലായിട്ടല്ല അല്ലെ. 200 പേരുണ്ട്. അതിൽ നിന്ന് 29 പേരാണ്, 28 പേരാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ വിളിച്ചുണർത്തണമെന്നേ. ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു മെസ്സേജ് പോലും ഇടാൻ പറ്റില്ല. ശരി, നീ ഹരിദാസ് ഏട്ടാ സുഖല്ലേ? ഇന്ന് വിളിച്ചില്ല, പേര് വിളിച്ചില്ല. സുഖല്ലേ ഹരിദാസ് ഏട്ടാ? ഹരിദാസ് ഏട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 19 ദിവസം? 1-2 ക്ലാസ്സുകൾ ഹരിദാസ് ഏട്ടന് മിസ്സായിട്ടുള്ളൂ. പറയും, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എന്നോടൊപ്പമുള്ള കഴിഞ്ഞ 19 ദിവസം? വളരെ എനർജറ്റിക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. എന്തായാലും എന്റെ ബിസിനസ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞ ഇതല്ലേ സംതിങ് ആൻഡ് ക്ലോസിങ് ഓഫർ കൊടുത്തുള്ള, ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. മുന്നേ വെച്ചാൽ ഞാൻ അന്ന് ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തു. ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ആയിരുന്നു അത്. ഒരു 50 ആയിരുന്നു അതിന്റെ കമ്മീഷൻ. അതുകൊണ്ടാണ് എനിക്ക് ഓഫർ കൊടുക്കാൻ പറ്റിയത്. ഇന്നിപ്പോ ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതിന് എനിക്ക് ഇങ്ങനെ ഓഫർ ചെയ്യാൻ പറ്റില്ല. അത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കിപ്പോഴും അവിടെ മനസ്സിലായിട്ടില്ല. അപ്പൊ എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് സാറിന് അറിയാലോ. അപ്പൊ സാറിന് അതിലെന്തെങ്കിലും ഒന്ന് ഇപ്പോ സഹായിക്കാൻ പറ്റുമോ? ഹരിദാസേട്ടൻ എന്താ തോന്നുന്നത്? സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് അല്ലാന്ന് തോന്നുന്നത്? പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്ക് ഇന്നിപ്പോ എനിക്ക് ഓഗസ്റ്റ് 15-ന് ഹരിദാസേട്ടൻ വരുമ്പോ ഒരു 15 മിനിറ്റ് സമയം ഞാൻ ഹരിദാസേട്ടന് വേണ്ടി മാത്രം തരും. നമുക്ക് അന്ന് ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഹരിദാസേട്ടന്റെ പ്രശ്നം എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുപോരും. ബാക്കി നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഹരിദാസേട്ടാ, ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പുതുതായിട്ട് ജുഹൈന എന്ന് പറയുന്ന വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ക്ലോത്തിന്റെ ബിസിനസ്സാണ്. അപ്പൊ ക്ലോത്ത് എന്നുള്ളതിന് അപ്പുറത്ത് ജുഹൈനയോട് എന്താണ് ഈ കഴിഞ്ഞ 18 ദിവസത്തെ കാര്യത്തിനെ കുറിച്ച് പറയുന്നത്? ജുഹൈന അവിടെ ഉണ്ടോ? ലൈനിലുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ശരി. നമ്മുടെ ഏറ്റവും സീനിയർ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വൺ ഓഫ് ദ സീനിയർ ആയിട്ടുള്ള ആളാണ് ഹരിദാസേട്ടൻ. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്താണ് തരാൻ പറ്റുക എന്നുള്ളത് ഹരിദാസേട്ടൻ പറഞ്ഞുതരും. ഹരിദാസേട്ടൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഹരിദാസേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതായത് ജുഹൈനയുടെ ബിസിനസ് വളരെ ധാരാളം ബിസിനസ് ഉണ്ട് ആ തരത്തില്. എങ്കിൽ പോലും നമുക്കൊരു സ്പേസ് ഉണ്ട് അവിടെ. അത് ഉറപ്പായിട്ടും ജുഹൈനയ്ക്ക് കിട്ടും. ഇവിടെ അറ്റൻഡ് ചെയ്തത് നല്ല ഒരു പ്ലേസിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. അത് ഉറപ്പായിട്ടും പറ്റും. കാരണം ജുഹൈന ഇപ്പൊ ക്ലോത്ത് ആണ് കൊടുക്കുന്നത് അല്ലേ? അതെ അതെ. കുട്ടികളുടെ എല്ലായിടത്തും ഉണ്ട്, വലിയവരുടെ ഉണ്ട്. അല്ല, തയ്ച്ചു കൊടുക്കുന്നുണ്ടോ? തയ്ച്ചിട്ടേന്ന് മാക്സി ഒക്കെ ആദ്യം ഞാൻ ശീല വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുത്തിരുന്നത്. പക്ഷെ അത് അടിക്കൂലിയും കൂടി കൂട്ടുമ്പോ ആൾക്കാർ നമ്മള് കടയിൽ കൊടുക്കണ അതേ റേറ്റ് വരുന്നോണ്ട് അങ്ങനെ ആരും വാങ്ങാതായി. പിന്നെ ഞാൻ എന്റെ അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെ കൊടുത്ത് ഇതാക്കിയതാ. പിന്നെ ഞാൻ ഇതിന്ന് ഹോൾസെയിൽ ആയിട്ട് കിട്ടുമ്പോ നമുക്ക് റേറ്റ് കുറച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആക്കിക്കൂടാ വിചാരിച്ചാണ്ട് പിന്നെ അങ്ങനെ തന്നെ തുടങ്ങിയപ്പോ.
ക്ലോത്ത് എടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് വളാഞ്ചേരി പറഞ്ഞിട്ട്, അവിടെ ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനും നാത്തൂനും കൂടി പോയിട്ട് വാങ്ങിക്കൊണ്ടുവരും. ഞങ്ങള് ബസ്സിന് തന്നെ കൊണ്ടുവരിക. ഇവിടെ ഓക്കെ. അടുത്ത് തന്നെ. ഈ കുറച്ചും കൂടി നല്ല വില കുറവ് കിട്ടുന്ന, ഇപ്പൊ നമ്മള് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഈ തുണിയുടെ ശരിയായ വിലയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാനിത് പറയാൻ കാരണം എന്റെ അടുത്ത് ഈ തൃശ്ശൂര് ഈ കല്യാൺ ഒക്കെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അവിടെ പോയിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അവിടെ ഇപ്പൊ എവിടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞ? ഞാൻ ആദവനാടാണ്, മലപ്പുറം ജില്ലയില്. ആദവനാട്. തിരൂര് അറിയോ? തിരൂര്. ഓക്കെ തിരൂര് ഓക്കെ താനൂർ. ഓക്കെ ഓക്കെ. എന്തായാലും ഇത് തുടർന്ന് കഴിഞ്ഞാല് നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് എനിക്ക് മുന്നേ വല്ല ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായും ഇത് തുടരാം. അപ്പൊ ഇവിടുത്തെ സെയിൽസ് മെത്തേഡും ഒക്കെ എങ്ങനെ പോകുന്ന അറിയാം നമുക്ക്. ഓക്കെ ഓക്കെ. ഹരിദാസേട്ടൻ ഈ ഉപയോഗിച്ച പരിപാടിയാണ് ടെസ്റ്റിമോണിയൽ ക്ലോസിംഗ് മെത്തേഡ്. വിജയ് സാർ ഒറ്റ മിനിറ്റ്, ഞാനൊരു ക്ലോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹരിദാസേട്ടനെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ കസ്റ്റമറാണ് ഹരിദാസേട്ടൻ. എന്റെ കസ്റ്റമർ എന്റെ അടുത്ത കസ്റ്റമറോട് ഇപ്പോ സംസാരിച്ച രീതിയാണ് ടെസ്റ്റിമോണിയൽ. ഇറ്റ്സ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ. അമ്പിളിക്കും മുനീർബായിക്കും രമേശിനും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടെസ്റ്റിമോണിയൽ. എസ്പെഷ്യലി ട്രസ്റ്റ് കൂടി. ഇപ്പൊ ജുഹൈനയോട് ഞാനല്ല സംസാരിച്ചത്, ഞാൻ സുന്ദരനാണ്, ഷുക്കൂർ സുന്ദരനാണെന്നല്ല പറഞ്ഞത്, ഷുക്കൂർ സംഭവമാണെന്നല്ല പറഞ്ഞത്. ഹരിദാസായിട്ടാണ് പറഞ്ഞത് ഈ ഇരിക്കണ ഷുക്കൂർ കൊള്ളാം എന്ന് പറഞ്ഞത്. വിജയ് പോയി പറയും. അൺമ്യൂട്ട് ചെയ്യാൻ. വിജയ് ഗുഡ് മോർണിംഗ് ജുഹൈന. ഗുഡ് മോർണിംഗ്. ജുഹൈനക്ക് ഈ ബിസിനസ് ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതായത് ടച്ച് വരുന്നതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും കൈപ്പൊരുൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആണ്. ശരിയാണ്. രണ്ടാമത് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയണം ഈ ലോകത്ത്. അഭിനയിക്കും വേണം. അതിനെ വീട്ടിലിരുന്ന് മാത്രം അഭിനയിച്ചാൽ പോരാ. അപ്പൊ അതിനെ നല്ല നല്ല കണ്ടന്റ് ആക്കിക്കൊണ്ട് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ, ഇന്ന് ഈ ഡ്രസ് മെറ്റീരിയൽ, കോസ്മെറ്റിക്സ്, ഇതുപോലുള്ള ന്യൂ ജെൻഡർ പ്രോഡക്ട്സുകളൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നല്ല കണ്ടന്റുകൾ ശരിയാക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ അടുത്ത് ഞാൻ പയറ്റിയ ഒരു ഇതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെനിക്കൊരു ക്യാച്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചു കുട്ടികൾക്ക്, KG-യിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ഷോർട്ട് വീഡിയോ. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭാഗമാണ് അല്ലെങ്കിൽ ബാഡ് ടച്ച് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ എടുത്ത് കാണിക്കാൻ കഴിയും എന്നാണ് ഞാൻ ആ ടീച്ചർമാർക്ക് ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കുന്നത്. കൗൺസിലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, അവർക്ക് ഒരു വേറെ ഫോർ എക്സാമ്പിൾ പുലിമുരുകന്റെ ഒരു ചെറിയ ഒരു ആക്ഷൻ വന്നിട്ട് നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരൻ, എനിക്ക് പുള്ളിയുടെ പേര് അറിയത്തില്ല, ഈ ഒരു കോമഡിയൻ ആക്ടർ വന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. നിങ്ങൾ ചെയ്യുന്നത് ഒരേ ഡ്രസ് മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ അതിനെ ഏത് രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു, ആ ഒരു നോളജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടും. അത് ഉറപ്പാണ്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി വേർഡുകളൊന്നും വരുന്നില്ല.
മാക്സിമം ഓക്കെ ഓക്കെ മറ്റുള്ളവരുടെ എല്ലാ ഇതും അറിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ആരായുക, അതിനായിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾ പരതുക സോഷ്യൽ മീഡിയയിൽ. നിങ്ങളുടെ ഓൺ കണ്ടന്റ് മേക്ക് ചെയ്യുക. അതൊരു ഡിഫറെൻ്റ് ആയിട്ട് സാധാരണ മൊബൈൽ മതി, പക്ഷെ മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്കിലുള്ള ക്യാമറ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് റബ്ബ് ചെയ്തിട്ട്, മീൻസ് എന്തെങ്കിലും ഒന്ന് അതിൻ്റെ ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചിട്ട് ഒന്ന് ഇടാൻ നോക്കുക. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെയൊക്കെ ഹെൽപ്പുകൾ നിങ്ങൾക്ക് സഹായിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ തച്ചത് തന്നെ ആകണം എന്നില്ല, വേറെ ആരെങ്കിലുമൊക്കെ നല്ല എവിടെയെങ്കിലുമൊക്കെ തച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കൊച്ചുകുട്ടിക്കോ എന്തെങ്കിലും ഒന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ നോർമലി കസ്റ്റമർ വിചാരിക്കുന്ന എന്തായിരിക്കും, ഈ ഡ്രസ്സ് എൻ്റെ മോക്ക് സ്യൂട്ടായിരിക്കും, അപ്പം ജുഹേന ഇത് എവിടുന്നാ തച്ചത് എന്നുള്ള ഒരു ഒന്ന് രണ്ട് എൻക്വയറീസ് വരും. അതിനെ നിങ്ങൾ സക്സസ്ഫുള്ളി ചെയ്യുക, അതിനെ നിങ്ങൾ ബിസിനസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഓക്കെ സർ, താങ്ക് യു. ടെസ്റ്റിമോണിയൽസ് ഇനിയും വരും, 28 ടെസ്റ്റിമോണിയൽ വരും. പക്ഷെ ജുഹൈന, താങ്കളോട് സംസാരിച്ചത് ഞാനല്ല, ആണോ? എന്നെ കുറിച്ച് സംസാരിച്ചത്, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിച്ചത് ഞാനല്ല. ഇവിടെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിദാസ് ഏട്ടനും വിജയും ഒക്കെയാണ്. എനിക്ക് ഇങ്ങോട്ട് കാശ് തന്നിരിക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ ഓഗസ്റ്റ് 15-ാം തീയതി പരിപാടിക്ക് ഇങ്ങോട്ട് കാശ് തന്നിരിക്കുന്നവരാ പറയുന്നത് ശ്രീജിത്ത് സാറ് നല്ലവനാണ്. ഓക്കെ, ഇത് വൺ ഓഫ് ദ ക്ലോസിംഗ് മെത്തേഡ് ആണ്. ദാറ്റ്സ് കോൾഡ് ടെസ്റ്റിമോണിയൽ. നമ്മൾ പലരും മറന്നു പോകുന്ന ഒരു മെത്തേഡാണ്. എന്തറിയോ, ഏതൊരു കസ്റ്റമർ അടുത്ത് നിന്നും നമ്മൾ ഫീഡ്ബാക്ക് മേടിക്കുന്ന ഒരിക്കലും തെറ്റല്ല. ചിലർക്ക് ഇവിടെ ചോദിക്കാൻ മടിയാണ്, കസ്റ്റമറോട് ഒരു വീഡിയോ ചോദിക്കാൻ മടിയാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നവരോട് നിങ്ങൾ ചോദിക്കണം, എന്ത് ടെസ്റ്റിമോണിയൽ. ഹരിദാസേട്ടന് ചിലപ്പോൾ കസ്റ്റമർ ആരാ വാങ്ങുന്നതെന്ന് അറിയില്ല. ഹരിദാസേട്ടൻ ഒരു QR കോഡ് വെക്കണം. QR കോഡ് പറയണം, ഇത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഒരു ഈ തേങ്ങയെ കുറിച്ചിട്ടുള്ള ഡെസിഗേറ്റഡ് കോക്കനട്ടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരും. നല്ല അഭിപ്രായത്തിന് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞ് അയച്ചു തരും. അത് ടെസ്റ്റിമോണിയലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരിയല്ലേ? ഇതൊക്കെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ആണ് ഇമ്പോർട്ടന്റ്. ശ്രീജിത്ത് കേസ് 21 ദിവസം ഇവിടെ ഫ്രീ ആയിട്ട് പരിപാടി നടത്തിയാലും കസ്റ്റമർക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ തെറ്റി. ശരിയാണോ? നിങ്ങൾ എന്ത് പരിപാടി നടത്തി കഴിഞ്ഞാലും എന്ത് പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിലും കസ്റ്റമർ പറയണം ഇത് കൊള്ളാം. അത് കൊള്ളാം എന്നുള്ളത് കസ്റ്റമർ പറഞ്ഞാൽ പോരാ, അത് ലോകത്തിനെ കാണിക്കണം. എന്റെ കസ്റ്റമർ പറഞ്ഞു കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാറില്ലേ? ഞാൻ പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, ബീച്ചിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ പിന്നെ തിരിഞ്ഞ് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ ഒപ്പം ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ്, കടൽ മാത്രമേ ഉള്ളൂ, കടലാളങ്ങളിലാണ് പെണ്ണെ നിന്റെ ഹൃദയം തുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ബീച്ചിന്റെ മുമ്പിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാറില്ലേ? സോനി ചേട്ടൻ അന്തം വിടുന്നു വേണ്ട, അതൊക്കെ പണ്ട് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരുന്ന വീടുകളാണ്, അത്ര ഉള്ളൂ. സോനി ചേട്ടൻ അന്തം വിട്ട് ഇതൊക്കെ ആരാ എഴുതിയത്? ഞാൻ തന്നെ എഴുതിയതാണ്. അപ്പോ ഇതുപോലെ ഫേസ്ബുക്കില് ജുഹൈനയുടെ ക്ലോത്ത് ഒന്ന് കാണാൻ പറ്റുമോ? ഞങ്ങളുടെ ബിസിനസ് ആണ് കേട്ടാ. അടുത്ത കാശ് വന്ന് കണ്ട ജുഹൈന, കച്ചവടം വന്നുകൊണ്ടിരിക്കണം. ജുഹൈന മെസ്സേജ് വായിച്ചോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, നമ്പർ മേടിക്കും, അപ്പൊ തന്നെ ചോദിക്കണം നമ്പർ അറിയും. ഓക്കെ, അതാണ് കച്ചവടം. ജുഹൈന, ഞാൻ അടുത്തത് സ്റ്റിച്ച് ചെയ്യാറുണ്ടോ ബ്ലൗസ്? ഇല്ല മാം, ഞാൻ ബ്ലൗസ് പഠിച്ചിട്ടില്ല, ഇനി പഠിക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഒരു ബ്ലൗസ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവര്, ചുരിദാർ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവര്, ബ്ലൗസ് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ തിരിഞ്ഞൊന്നും നോക്കണ്ട. ഒരാള് അവിടെ തന്നെ തരുള്ളൂ, വേറൊരു സ്ഥലത്തും കൊടുക്കൂല. അതുപോലെ മറ്റുള്ള റേറ്റ് ചെയ്യും. മാഡം, ഇപ്പോൾ വെഡിങ് കോസ്റ്റ്യൂംസിന്റെ റേറ്റ് എത്രയാണ് മാഡം? ണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് പഠിച്ചിട്ട്. ഞാൻ വിജയഭായ് അമ്പിളി ജുഹൈന എന്ന് ബോധം കെട്ട് വീഡിയോ ഓണാക്കിയിട്ടില്ല, അറിയും കൂടിയില്ല. നിങ്ങൾ ഇങ്ങനെ തള്ളിക്കൊടുക്കല്ലേ, അത് പഠിക്കട്ടെ, ഇന്ന് വന്നിട്ടുള്ളൂ. ഇന്ന് എല്ലാരും കൂടി അതാണ് വേണ്ടത്. കേറി വരും. ഇത് തുന്ന ക്ലാസ് ആയി മാറും കേട്ടോ, സ്ത്രീകൾക്ക് വിട്ടുകൊടുത്താല്.
തുന്ന ക്ലാസ് ഒന്നും ഞാനാക്കൂല, എനിക്കറിയാം എവിടെ ഇടപെടണം എന്നുള്ളത്. ആഹാ, അതാണ് എന്റെ മോള്. സിമ്പിൾ ഇത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ജുഹൈന എന്നല്ല, ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും എനിക്കറിയാം. ഞാൻ ഓഗസ്റ്റ് 15 ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അന്ന് ഞാൻ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളായിരിക്കും എൻജോയ് ചെയ്യാൻ എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. രാഹുൽ ഭായി ഹരിദാസേട്ടനെ കാണുമ്പോൾ ഒരു മുൻപരിചയമില്ലാതെ ഇതുവരെ കാണാത്ത ഒരാളെ ഹരിദാസേട്ടനെ കാണുമ്പോൾ ഹരിദാസേട്ടാന്ന് വിളിച്ച് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉള്ള സീരിയസ്ലി അല്ലേ, ഞാൻ അതിന് തന്നെ ആ പ്രോഗ്രാം വെച്ചത്. ഞാൻ പറയട്ടെ, ട്രെയിനർമാരുടെ ഇന്നത്തെ ഇതില് നമ്മൾ ഇന്ന് വരെ വെച്ചിട്ടില്ല 1000 രൂപയ്ക്ക് ഒരു പരിപാടി. എന്നെ സംബന്ധിച്ചില്ല, രമേശ് ഭായിക്ക് അറിയാം ഒരു കൊച്ചിയിലെ ഹോട്ടലിൽ എന്താ ചെലവ് എന്നുള്ളത്. എത്ര പൈസ എന്റെ അടുത്ത് അങ്ങോട്ട് ഇറങ്ങണ്ടാവുന്ന രമേശ് ഭായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? പക്ഷെ നമ്മളിത് ഗെറ്റ് ടുഗദർ ആണ്, നമ്മൾ എല്ലാവരും കൂടി കൂടുന്നു, സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനുണ്ട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും നമുക്കും വേണ്ടേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സോ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും ഈ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള പറയാം, ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം നമ്മളെക്കുറിച്ച്, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച്. നമ്മളിത് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം. ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം, നിങ്ങൾക്ക് എന്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൻ എന്തൊക്കെ കിട്ടാൻ പറ്റും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ അതിനെ എംപതി സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ് എന്ന് പറയും. അവന്റെ പ്രശ്നങ്ങളെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് നമുക്കായിരിക്കും. ആണോ? രമേശ് ഭായിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നമ്മൾ തന്ത്രങ്ങളുണ്ട്, അമ്പളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്നാണ് എംപതി ക്ലോസിംഗ് മെത്തേഡ്. രമേശ് ഭായിയുടെ ബിസിനസ്സിലെ യെസ് ഗിവേഴ്സ് ഗെയിം കറക്റ്റ്. എംപതി, നിങ്ങളൊരു എംപതി കാണിക്കും. നിങ്ങൾ കസ്റ്റമറോട് എപ്പോഴും കാശ്, ഇപ്പൊ ആരവിടെ ഒബ്ജക്ഷന്റെ കാര്യം, ഇപ്പൊ ആഷ്ലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒബ്ജക്ഷൻ, സാലറി കിട്ടിയിട്ടില്ല. ആഷ്ലി സാലറി കിട്ടുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങും. ക്ലാസ് എടുത്ത് തുടങ്ങണം. 2-3 ദിവസം കഴിയുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പൈസ അടപ്പിക്കണം. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എംപതി ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ പരിപാടി എടുക്കാൻ പറ്റില്ല. മറിച്ച് എന്തായിരുന്നു എന്റെ ധൈര്യം? 21 ദിവസം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിൽ അവസാനം എന്താണ് പരിപാടി? നമ്മൾ ആദ്യം പരിപാടി അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ പൈസ പിരിവ് തുടങ്ങിയത്, ശരിയല്ലേ? എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരെ നമ്മളൊപ്പം നിൽക്കും, സപ്പോർട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയാണ്, ബിസിനസ് അങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. പൈസ മേടിക്കാണ്ട് ചെയ്യും. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പറയും, എനിക്കൊരു 5 ദിവസമുള്ള പേയ്മെന്റ് തന്നാൽ മതി, എന്നിട്ട് സാലറി കിട്ടിയിട്ട് തന്നാൽ. എന്നാ സാലറി കിട്ടുക? 10-ാം തീയതി. എനിക്ക് 10-ാം തീയതി തന്നാൽ മതി, അതുവരെ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം, ഒരു കുഴപ്പമില്ല, വിൽ സ്റ്റാർട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് അവനോട് കാര്യങ്ങൾ സംസാരിച്ച് അവനൊരു എംപതി കൊടുക്കുന്ന സമയത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ആ വാല്യൂ ഉണ്ടല്ലോ, അവൻ ചിലപ്പോൾ വരുമ്പോ 2 പേരെ കൊണ്ടു. എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടെന്ന് പറയും, അവന് ചിലപ്പോൾ 10-ാം തീയതി അടയ്ക്കുള്ളൂ ടോപ്പ്. 2 പേരുടെ ബിസിനസ്സായി. നമ്മളെ സംബന്ധിച്ച് ഇന്ന് കിട്ടിയാലും 5-ാം തീയതി കിട്ടിയാലും ഒരേ ചെലവാണ്, ശരിയല്ലേ? ദാറ്റ്സ് കോൾഡ് എംപതി ക്ലോസിംഗ് മെത്തേഡ്. ഷോ ദ എംപതി. പിങ്കിക്കൊക്കെ എത്രയോ ക്ലോസിംഗ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് എംപതി. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ അമ്മയോട് അച്ഛനോട് പറയണം, മക്കൾ പോയിട്ട് നന്നാവട്ടെന്നേ. അതിന് നിങ്ങൾ 2-3 ലക്ഷത്തിന്റെ കാര്യത്തിൽ പിടിക്കില്ലേ? അവരവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാണ്ട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അവന്റെ വലുതല്ലേ, അവനെ വളർത്തിയത് വലുതാക്കിയത് ഇതിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളൊപ്പം ഞാനുണ്ട്, എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, എന്റെ പേഴ്സണൽ നമ്പർ ഇതാണ്, വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട്. ആണോ? ഉണ്ടോ? രാമേന്ദ്രേട്ട, എന്തുകൊണ്ടാണ് രാമേന്ദ്രേട്ട ഇത്രയും പേര് 29-30 പേര് ആവറേജ് എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നറിയും? ഈ ഒരു പ്രോസസ്സിന്റെ ബാക്കിൽ നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഈ 1 മണിക്കൂർ മാത്രമല്ല, അവിടെ എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരുണ്ട്, അവർക്ക് ആവശ്യങ്ങൾ തുറന്നു പറയുന്നവരുണ്ട്, അല്ലേ? ഇന്നലെ രാമേന്ദ്രേട്ട നമ്മൾ തമാശയായിട്ട് സംസാരിച്ചു. ഒരാൾ എന്നോട് മെസ്സേജ് അയച്ചു, നിങ്ങളൊരു ബിസിനസ് ട്രെയിനർ അല്ലേ, നിങ്ങളിങ്ങനെ എന്താ പറയാ തമാശയൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ തമാശ കളിക്കാൻ പറ്റുമോ? നമ്മളൊരു കുടുംബം പോലെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം സ്നേഹവും സൗഹൃദവും വേണ്ടേ? അപ്പൊ തമാശ പറയണ്ടേ? വേണ്ടേ? അതാണ് എംപതി.
നമ്മൾ നമ്മുടെ കസ്റ്റമറോട് അത് കാണിക്കണം, ചില സമയത്തെങ്കിലും കാണിക്കണം. പൈസ കണക്ക് പറഞ്ഞ് മേടിച്ചോളാം, പക്ഷെ അത് പൈസ കണക്ക് പറഞ്ഞ് മേടിച്ചാലും ആ എമ്പതി കാണിക്കുന്നതിന് തെറ്റൊന്നുമില്ല, ഉണ്ടോ? എവരി വൺ ഈസ് ലൈക്ക് ബിസിനസ് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെ. സ്നേഹം അധികം കൊടുത്തുകൊണ്ട് കാര്യമുണ്ട്, കുഴപ്പമുണ്ടോ? നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലൊക്കെ കണ്ടോളൻസസ് ഒക്കെ പറയും അല്ലേ? വിളിച്ചൊരു കണ്ടോളൻസസ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇത് കാണുമ്പോൾ, കല്യാണം കാണുമ്പോൾ ഒരു ഇത് ആശംസകൾ, നമ്മളെ വിളിച്ചോ വിളിച്ചില്ല, രണ്ടാമത്തെ കാര്യം. അവിടെ നമ്മളൊരു ബന്ധമുണ്ട്. പലപ്പോൾ അമ്പിളി ഞാനും തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ വീടിന്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്നത്, സെയിൽസ് മാസ്റ്ററിന്റെ പ്രോഗ്രാമിന് വേണ്ടി അമ്പിളി എന്നെ വിളിക്കുമ്പോൾ അമ്പിളി ഞാനും പരിചയം പോലും ഇല്ല, എന്നെ പരിചയം പോലും ഇല്ല അമ്പിളിക്ക്. പക്ഷെ ഞങ്ങൾ സംസാരിച്ച് അന്ന് രാത്രി എനിക്ക് പേയ്മെന്റ് ഇട്ടെന്നു അമ്പിളി. അതിനുശേഷം അമ്പിളി എന്താ പറയാ, ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ് അറിയണത്, ഞാൻ പറഞ്ഞിരുന്നു അമ്പിളി വിട്ടുപോയതെന്താ അറിയില്ല, 2-3 ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു, സാറേ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു അമ്പിളിയോട്, അമ്പിളി എനിക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ കഴിഞ്ഞു പോയ ക്ലാസ്സിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്ത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് കോൾഡ് എംപതി. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരുകയുള്ളൂ. സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്നേഹം മാത്രമാവരുത്, നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ബിസിനസ് വിട്ടിട്ട് എമ്പതിന് പിന്നാലെ പോകരുത്. അങ്ങനെ ചെയ്ത ഒരുപാട് പേരുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് എന്റെ വൺ ഓഫ് ദ സീനിയറാ, പുള്ളി അവസാനം പറഞ്ഞത്, എടാ ഇതിൽ കിട്ടുന്നില്ല, പൈസ കിട്ടുന്നില്ല, ജോലിയും ഇതൊക്കെ വലിയ വലിയ കാര്യം, പക്ഷെ പൈസ കിട്ടുന്നില്ല. കറക്റ്റ്. വേറെന്താ? എനി ക്ലോസിംഗ് മെത്തേഡ്, ഇതിനാണ് എമ്പതി സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ്. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? 7 മണി കഴിഞ്ഞു, ഞാനൊരു 5 മിനിറ്റ് അധികം വരാൻ ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ 5 മിനിറ്റ് എടുത്തത്. എത്രണ്ണം എന്തൊക്കെ പറഞ്ഞു മുനീർ ഭായി എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, ഏതൊക്കെ ക്ലോസിംഗ് മെത്തേഡ് സംസാരിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴേ, ഞാൻ സാധാരണ ഇപ്പൊ ഇവിടെ എന്റെ സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ് ക്ലാസ്സുകളൊക്കെ ഇരുന്ന ആൾക്കാരുണ്ട്. യൂഷ്വലി ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് ഓരോരോ കേസുകൾ പറഞ്ഞിട്ടല്ല, ഞാൻ ആദ്യം ഒരു പേര് പറയും, എന്നിട്ട് ആ പേരിനെ അതിനെക്കുറിച്ച് അതിന്റെ തിയറി പറയും, അത് തിയറി പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എക്സാമ്പിൾ പറയും. ഇങ്ങനെയൊക്കെ ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങൾ തന്നെ എന്നെ ഒരുപാട് മാറ്റി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആദ്യം പറയുന്നത്, നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷനാണ് തരുന്നത്, എന്നിട്ട് അതിനൊരു പേരങ്ങ് പ്രഖ്യാപിക്കുക ഒക്കെ ഉള്ളതാട്ടോ, അത് വേറെ കാര്യം. എന്നാൽ കൂടി എന്നിട്ട് അതിന് പേര് അത് ഇന്നതാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. കാരണം അതാണ് ഇതിന്റെ ഒരു ഗുണം. എനിക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താ അറിയുമോ? വളരെ ആക്റ്റീവായിട്ട് അതൊക്കെ തോന്നി സാറേ. ഞാൻ കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിൽ കേൾക്കലുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ആ പേര് പറഞ്ഞു തരും, അപ്പൊ നമ്മൾ ആ പേരിനോടാവും നമ്മൾ ഇതാക്ക. പക്ഷെ സാറ് ഇത് ആദ്യം റിയാക്ട് ചെയ്തിട്ട് ഇതാക്കുമ്പോ വിചാരിക്കും ഇതിപ്പോ എന്തെങ്കിലും പേടിച്ചു പോയില്ലേ? തന്നെ. അതിവിടെ വരുമ്പോ ഈ ഒരു മെത്തേഡാണ് നല്ലത്. നമുക്കതൊരു പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ബിസിനസ്സുമായി ചേർത്ത് കൊണ്ടുപോകാൻ പറ്റും. മുനീർ ഭായ്, നമ്മുടെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാവരോടും ഇത് തുറന്നു പറയണം. നമ്മുടെ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരോടും തുറന്നു പറയണം. എന്നിട്ട് അടുത്ത 365 ദിവസം, ഓഗസ്റ്റ് 19 തുടങ്ങുന്ന 365 ദിവസത്തിന്റെ ഐദർ മെന്റർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ട്രെയിനിങ് തുടങ്ങുന്നുണ്ട് അല്ലെ? ഇതിലേക്ക് എല്ലാവരും വരണം. ഇങ്ങനത്തെ ചർച്ചകളാണ് നമ്മളെ വളർത്തുന്നത്. ഹരിദാസ് ചേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതെ എനിക്കൊരു ഓഫറൊക്കെ വന്നിട്ടുണ്ട്, സംഭവങ്ങള് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒന്നേ പറഞ്ഞു, ഹരിദാസ് ചേട്ടൻ എന്താ പറഞ്ഞു? ഹരിദാസ് ചേട്ടാ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഹരിദാസ് ചേട്ടൻ മാറിയിട്ടില്ല. ഹരിദാസ് ചേട്ടന്റെ പ്രൊഡക്റ്റ് മാറിയിട്ടില്ല, ഹരിദാസ് ചേട്ടന്റെ മാർക്കറ്റിംഗ് ശൈലി മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. ഹരിദാസ് ചേട്ടൻ തിരക്കാന്ന് എനിക്കറിയാം. പക്ഷെ ഹരിദാസ് ചേട്ടന്റെ മനസ്സൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ടായി വന്നുകൊണ്ടിരിക്കും. ശരിയല്ലേ? അത് ശരിയല്ല. അത്രൂ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറും. എനിക്ക് ഉറപ്പാണ് ജുഹൈന നാളെ 6 മണിക്ക് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അവിടെയാ മനസ്സ് മാറി തുടങ്ങും. ആ മനസ്സ് മാറി ഞാൻ അറ്റൻഡ് ചെയ്യും സാർ, അത്രേ ഉള്ളൂ. ഓഗസ്റ്റ് 15-ാം തീയതി ഒരു പരിപാടിയെ കുറിച്ചിട്ട് ഇന്നലെ സിറാജ് കണക്ട് ചെയ്തിരുന്നു. ആരെ കണക്ട് ചെയ്തിരുന്നു ഇന്നലെ? സിറാജ് കണക്ട് ചെയ്തിരുന്നോ? സിറാജ് സാറാ. സിറാജ് പറഞ്ഞിരുന്നു.
എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. പറഞ്ഞു ജീവിതത്തിൽ ഇന്നലെ പറഞ്ഞു ഗ്രൂപ്പിൽ തന്നീന്ന് പക്ഷെ മെസ്സേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ പിന്നെ ബിസിനസ് ആണ്ടറ്റ് മുന്നോട്ട് വരാന് കൊണ്ടുപോകാണ്ടിരിക്കാം. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ ഇവിടെ പെങ്ങളുണ്ട്, അവിടെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അതെന്താന്ന് ഞാൻ നാളെ പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ വേറെ ഒന്നുമില്ലല്ലോ, ഓക്കെ. ചോദ്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ല. താങ്ക് യു ആർക്കെങ്കിലും താങ്ക് യു. എന്തെങ്കിലും? ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Hey, good morning.